ഹരേ കൃഷ്ണ. ശ്രീമദ് രാമായണ സത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെയും ഉച്ചയ്ക്കലത്തെയും സത്സംഗത്തിലൂടെ ദുബ്രാക്ഷ വധവും അകമ്പന വധവും നമ്മൾ ചർച്ച ചെയ്തു. വജ്രദംഷ്ട്രൻ്റെ വധവും നമ്മൾ കണ്ടു. ഇനി പ്രഹസ്തൻ, വാനരാജനായിട്ടുള്ള രാവണൻ പ്രഹസ്തനെ അയക്കുന്ന രംഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇന്നത്തെ സത്സംഗം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ച് നമുക്ക് തുടങ്ങാം. രാമ 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 രാം രാമ രാമ രാം രാമ 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 രാം രാമ 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 രാം രാമ 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 രാം രാമ 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 രാം രാമ 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 രാം രാമ 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 രാമകൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ രാമകൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ രാമ 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 രാമകൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ രാമകൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ രാമ 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 രാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാധാമതായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे.
മൂകം കരോതി വാചാലം പങ്കും ലങ്കായതീകയും യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യവിഷ്ണം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് രാവണൻ പ്രഹസ്തനെ അയക്കുകയാണ്. അന്നേരം പ്രഹസ്തനുമായിട്ടുള്ള യുദ്ധം, വാനര സൈന്യവും പ്രഹസ്തനുമായിട്ടുള്ളൊരു യുദ്ധമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താ നടക്കുന്നതെന്ന്. അങ്ങനെ അകമ്പന വധത്തിന് ശേഷം രാവണൻ പറയുകയാണ്, പ്രഹസ്ത, ഇനി നീയാണ് എനിക്കുള്ളത്. പ്രഹസ്തൻ വളരെ അടുത്ത രാവണൻ്റെ മന്ത്രിയാണ്. അന്നേരം പ്രഹസ്തനോട് രാവണൻ പറയുകയാണ് പോകാനായിട്ട്. നമുക്ക് നോക്കാം. അന്നേരം പല രീതിയിലും മഹാശക്തമായിട്ട് യുദ്ധം നടക്കുമ്പോൾ പ്രഹസ്തനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ വിഭീഷണൻ തന്നെയാണ് പ്രഹസ്തൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പ്രഹസ്തൻ്റെ ശക്തി എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് നോക്കാം എന്താണ്. തഥാ പ്രഹസ്തം നിര്യാന്തം ദൃഷ്ട്വാ രണകൃതോദ്യമം ഉപാചപസ്മിതം രാമോ വിഭീഷണമരിന്ദം. അങ്ങനെ പ്രഹസ്തൻ ഒരുപാട് ശക്തമായിട്ട് യുദ്ധം ചെയ്ത് ഒരുപാട് വാനരന്മാരെ വധിക്കുന്നത് കണ്ടപ്പോൾ വിഭീഷണോട് ഇങ്ങനെ സംസാരിച്ചു. കായേഷാസു മഹാകായ ബലേന മഹതാവൃത ഗച്ഛന്തി മഹാവേദ കിംറു പ്രലോപൗരുഷം ആചക്ഷവേ മഹാബാഹോ വീര്യന്തം നിശാചരം. ഇത്രയും ശക്തമായിട്ടുള്ള ശരീരത്തോടു കൂടി ഇതുള്ളത് ആരാണ്? വളരെ ശക്തമായിട്ടാണല്ലോ ഇവൻ വരുന്നത്. ഇവൻ ആരാണെന്ന് എന്നോട് പറയണം. രാഘവസ്യ വച ശ്രുത്വാ പൃഥ്വിരാജ വിഭീഷണ ഏഷ സേനാപതിസ്തസ്യ പ്രഹസ്തോ നാമ രാക്ഷസ ലങ്കായാം രാക്ഷസേന്ദ്രിയാം ത്രിഭാഗബലം സംവൃത. ഇവിടെ പറയുകയാണ്, വിഭീഷണൻ പറഞ്ഞു, 2/3 ലങ്കയിലെ 2/3 ഭാഗം അതെല്ലാം നിയന്ത്രിക്കുന്ന പ്രഹസ്തനാണ്. എല്ലാവിധ ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ചും അറിയാം. അദ്ദേഹം പ്രഹസ്തൻ സേനാപതിയാണ് രാവണൻ്റെ എന്ന് പറഞ്ഞു. ഖഡ്ഗശക്ത്യഷ്ടി ബാണശാ ച ശൂലാനി മുസ്ലാനി ഗദാശ്ച പരിഘാഹ പ്രാശ വിവിധാശ്ച പശ്ചോധ. അങ്ങനെ വാള്, കുന്തം, പല രീതിയിലുള്ള ഗദകൾ, പല പല രീതിയിലുള്ള ദിവ്യാസ്ത്രങ്ങൾ, ഇതൊക്കെ പ്രഹസ്തൻ ഉപയോഗിക്കുകയാണ്. പല രീതിയിലുള്ള വില്ലും ധരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ ദിശകളിൽ നിന്നും വാനരനെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജഗൃഹു പാദവാംശ്ച അപി പുഷ്പിതാൻ വാനര ഋഷഭ ശീലാശ്ച വിപലാ ദീർഘ യോദ്ധുകാമ പ്ലവം ഗമ. അങ്ങനെ പല രീതിയിലും വാനരന്മാർ സ്ഥിരം അവരുടെ ആയുധം പല പല വൃക്ഷങ്ങളാണ്. അതൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങി ആ ഒരു പ്രഹസ്തനെതിരെ. തേഷാമന്യോന്യം അസാധ്യ സമഗ്രാമസുമഹൻ ഭൂത് ബഹൂനം അശ്മവൃഷ്ടിം ച ശരവൃഷ്ടിം ച വർഷതാം. അങ്ങനെ രണ്ടുപേരും തമ്മിൽ മഹാശക്തമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. അസ്ത്രങ്ങളുടെ ഒരു മഴ പെയ്പ്പിച്ചതുപോലെ തോന്നി വാനരന്മാർക്കെതിരെ. അതേ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് പല പല പാറകളും എടുത്തെറിയുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബഹുബോ രാക്ഷസാ യുദ്ധേ ബഹൂൻ വാനരയൂഥപാൻ വാനര രാക്ഷസാംശ ച അപി നിജദ്രൂര ബഹവോ ബഹൂൻ. ആ ഒരു യുദ്ധത്തിൽ ഒരുപാട് രാക്ഷസന്മാർ മരിച്ചു, ഒരുപാട് വാനരന്മാരും മരിച്ചു. അങ്ങനെ ഒരുപാട് വാനരന്മാർ ഒരുപാട് രാക്ഷസന്മാരെയും വധിച്ചു. അങ്ങനെ പറയുന്നു, ശൂലൈ പ്രമദിതാഹ കേചിത് കേചിത്തു പരമായുധൈ പരഘൈരാഹത കേചിത് കേചിത് ചിന്നാഹ പരശ്വതൈ. ചില വാനരന്മാരെല്ലാം കുന്തത്തിൻ്റെ പ്രയോഗത്താൽ മരിച്ചു. ബാക്കിയുള്ളവരെല്ലാം അസ്ത്രത്തിൻ്റെ പ്രയോഗം കൊണ്ട്. ചിലവരൊക്കെ ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു റോഡ് കൊണ്ട് ഉള്ള കുത്തേറ്റ് മരിക്കുകയും ചിലവരൊക്കെ മഴുവിൻ്റെ അടിയേറ്റ് മരിച്ചു. മഴുവിൻ്റെ ആ ഒരു വെട്ടുകൊണ്ട്. നിരുച്ഛാസാഹ പുനഃക്കേചിത് പതിത ധരണീതലേ വിഭിന്ന ഹൃദയ കേചിത് ഇഷു സംതാൻ സംധിത. ചിലവരൊക്കെ ശ്വാസമില്ലാതെ ബോധം കെട്ടി കിടക്കുന്നു. ജീവൻ പോയെന്ന് തന്നെ പറയാം. ശ്വാസം ചെറുതായിട്ടേ ഉള്ളൂ അവരുടെ ഉള്ളിൽ. ചിലവരൊക്കെ അസ്ത്രം അയക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയായിരുന്നു. അന്നേരത്തേക്കാണ് അവരുടെ തല കട്ടായി പോയത്. ഇങ്ങനെ ആ ദൃശ്യങ്ങളൊക്കെ വാൽമീകി ഋഷി പറയുകയാണ്.
केचिद्विधा कृथा खङ्गै स्फुरन्ता पतिता भुवि वानरराक्षसैः शूलैः पार्श्वतश्च विधारिता. ചില വാനരന്മാരൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ രാക്ഷസന്മാരുടെ വെട്ടുകൊണ്ട് രണ്ടായിട്ട് കട്ടായിട്ട് നിൽക്കുകയാണ്. അവരെല്ലാം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നു, ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. വാനരൈശ്ചാപി സംക്രുദ്ധൈ രാക്ഷസൗഘ സമന്ത പാദപേർഗിരി ശൃംഗൈഷചാപിഷ്ടവസുധാതലേ. പല രീതിയിലും രാക്ഷസന്മാരുടെയും ഒരുപാട് പേര് മരിച്ചു വീണു. ഈ പർവ്വതം, പാറ അതൊക്കെ കൊണ്ട് മരങ്ങളൊക്കെ കൊണ്ട് വജ്രസ്പർശാതലൈർഹസ്തൈർ മുഷ്ടിഭിഷാ ചഹതാവൃഷം ദമൻ ശോണിതമസ്യോഭ്യോ വിഷീണദശനീക്ഷണ. പല രീതിയിലുള്ള അടി, വെട്ട്, ഇടി, ചവിട്ട് അതൊക്കെ കൊണ്ടിട്ടാണ് പല ആൾക്കാരും, പല രാക്ഷസന്മാരും മരിച്ചത്. ഒരുപാട് രാക്ഷസന്മാർ രക്തം ഛർദ്ദിച്ചാണ് മരിച്ചത്. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള വാനരന്മാരുടെ ഇടിയേറ്റ് ആർത്തസ്വരം ച സ്വനതം സിംഹനാദം ച നർദത ബഭൂവ തുമല ശബ്ദോ ഹരിനാം രക്ഷതാം യുധി. പല രീതിയിലുള്ള ഉറക്കെയുള്ള വിളികൾ വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും എല്ലാ ദിശകളിലേക്കും കറങ്ങുമായിരുന്നു. വാനരാരാക്ഷസ ക്രുദ്ധ വീരമാർഗം അനുവൃത വിവൃത നയനാക്രൂരാശു ചക്രു കർമ്മണ്യ വീതവത്. വാനരന്മാരും രാക്ഷസന്മാരും വളരെയധികം ദേഷ്യത്തിൽ അവരെല്ലാവരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നർ അന്തക കുംഭ ഹനൂർ മഹാനാദസമുന്നത് ഏതേ പ്രഹസ്ത സച്ചിവ സർവേ ജംഗ്രൂർ വന ഓകസ. അങ്ങനെ നരാന്തകൻ, കുംഭാനു, മഹാനദ, സമുന്തത ഇവരെല്ലാവരും പ്രഹസ്തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെല്ലാവരും വാനരന്മാരെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. തേഷാവതതാം ശീഘ്രം നിഹൃതാം ചപി വാനരാൻ ദ്വിതോ ഗിരാ ശൃംഗേൻ ജഗാനേകം നരന്തകം. ദിവിതൻ എന്ന് പറയുന്ന വാനരൻ വളരെ വലുതായിട്ടുള്ളൊരു പർവ്വതത്തിൻ്റെ മുകൾഭാഗം എടുത്തു. എന്നിട്ട് നരാന്തകൻ്റെ തലക്കിട്ടടിച്ചു. ദുർമുഖ പുനർ ഉത്പാട്യ കപിസ വിപ്ലദ്രുമ രാക്ഷസ ക്ഷിപ്രഹസ്തം തു സമുദ്രം അഭോദയത്. അങ്ങനെ ദുർമുഖൻ വലിയൊരു മരമെടുത്ത് സമുന്നതൻ്റെ തലക്കിട്ടും അടിച്ചു. ജാബവാംസ്തു സുസമംക്രുദ്ധ പ്രഗ്രഹ്യ മഹതീം ശിലാം പാതയാമാസ തേജസ്വി മഹാനാദസ്യ വക്ഷസി. ജാമ്പവാൻ വലിയൊരു പാറയെടുത്ത് അതിനുശേഷം മഹാനന്ദൻ്റെ നെഞ്ചത്തൂക്കി തന്നെ ഒരെണ്ണം കൊടുത്തു. അത കുംഭഹനും തത്ര താരേന അസാധ്യ വീര്യവാൻ വൃക്ഷേണ അവിഹതോ മുഘ്രി പ്രണാം സത്യാജ രാക്ഷസ. അങ്ങനെ കുംഭഹനു അവിടെ യുദ്ധത്തിലുള്ള താരൻ എന്ന് പറയുന്ന ആ ഒരു വാനരനെ ആക്രമിച്ചു. അന്നേരം താരൻ്റെ കയ്യിൽ വലിയൊരു മരം ഇരിക്കുവാൻ, വൃക്ഷം ഇരിക്കുവാണ്. അങ്ങനെ കുംഭവാനു ഈ താരനെ വധിക്കാൻ വേണ്ടിയായിരുന്നു ശ്രമിച്ചത്. ആ സമയത്ത് തന്നെ ആ ഒരു മരം എടുത്ത് തിരിച്ചൊരടി കിട്ടി. അതോടുകൂടി അദ്ദേഹവും മരിച്ചു. അമൃഷ്യമാനസ്തത്കർമ്മ പ്രഹസ്തോ രഥമാസ്ഥിത. അന്നേരം പൊതുവേ നമ്മൾ ഈ യുദ്ധക്കളത്തിൽ ഇവർ കൊന്നു, അവർ കൊന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും വയലൻസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് കേൾക്കുന്നത് നല്ലതാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇതിൻ്റെ ലക്ഷ്യം എന്താണോ അതുകൊണ്ട് അത് നല്ലതാണ്. കാരണം പരമമായിട്ടുള്ള ലക്ഷ്യം, അതുകൂടാതെ സാക്ഷാൽ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് വേണ്ടിയാണ് ഈ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്നത് എല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ നശിപ്പിക്കുകയും കൂടുതൽ കൂടുതൽ നമുക്ക് പുണ്യം ലഭിക്കുകയും സുകൃതി ലഭിക്കുകയും കൂടുതൽ കൂടുതൽ ഭഗവാനുമായിട്ട് അടുക്കാനും നമ്മളെ സഹായിക്കുന്നുള്ളതാണ്.
അന്നേരം ഭഗവത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പൊതുവേ യുദ്ധം, വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ എന്നാലും ഇത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പൊതുവെ ചില ആൾക്കാർ പറയും രാമായണവും മഹാഭാരതവും ഒന്നും വീട്ടിൽ വെക്കാൻ പാടില്ല, എപ്പോഴും വഴക്കും അടിയൊക്കെ ആയിരിക്കും, രണ്ടിലും യുദ്ധമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും രണ്ടും വെക്കാതെ ഇരിക്കുമ്പോൾ വീട്ടിൽ വലിയ സമാധാനമാണെന്നാണ് നമ്മുടെ വിചാരം. അന്നേരം ഇത് വെക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അശുഭ കാര്യങ്ങളൊക്കെ നശിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ നശിക്കുകയും അതുകൂടാതെ ധർമ്മത്തെക്കുറിച്ച് നമുക്ക് വളരെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമൃഷ്യമാണം തത്കർമ്മ പ്രഹസ്തോ രഥമാസ്ഥിത ചകാര കഥനം ഘോരം ധനുഷ്പാണീർവനോകസാം. പ്രഹസ്തൻ ഇതെല്ലാം കണ്ടിട്ട് വളരെയധികം ദേഷ്യത്തോടു കൂടി വില്ല് നല്ലപോലെ വളച്ച് അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. എല്ലാ വാനരന്മാരെയും, അതായത് ഒന്നിൻ്റെ പുറകെ രാക്ഷസന്മാരുടെ പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് വാനരന്മാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് പ്രഹസ്തന് വലിയ ദേഷ്യമായി. ആവർത്ത ഇവ സമഞ്ജന്തേ ഉപയോഗ സേനയോസ്തഥാ ശുഭിതസ്യ പ്രമേയസ്യ സാഗരസ്യ ഇവ നിസ്വന. അങ്ങനെ വളരെ വേഗത്തിൽ ആ ഒരു സമുദ്രം എങ്ങനെയാണോ തിരമാലകൾ ഇങ്ങനെ അടിച്ച് വളരെ ശക്തമായിട്ട് വരുന്നത്, അതേപോലെ പ്രഹസ്തൻ യുദ്ധം ചെയ്യുകയാണ്. മഹാതാഹി ശരൗഘേണ പ്രഹസ്തോ യുദ്ധകോവിദ അർദ്ധയാമാസ സംക്രുദ്ധോ വാനരാൻ പരമാഹവേ. അങ്ങനെ വളരെ ശക്തമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആ വാനര സമൂഹത്തെയൊക്കെ നല്ലപോലെ വേദനിപ്പിച്ചു. ഈ അസ്ത്രങ്ങളുടെ ആ ഒരു സംഖ്യ കാണുമ്പോൾ തന്നെ പേടിച്ചു വാനരന്മാർ. അത്രയ്ക്ക് അസ്ത്രങ്ങൾ ഒന്നിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നു. വാനരാണാം ശരീരൈസ്തു രാക്ഷസാനാം ച മൊയ്ദിനി ബഭൂവ നിജിത ഘോര പതിതേർ ഇവ പർവ്വതേ. അങ്ങനെ വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയൊക്കെ ശവശരീരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. കരയെങ്ങും ചവിട്ടാൻ സ്ഥലം പോലും കാണുന്നില്ല. ശവത്തെ ചവിട്ടിയാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സമഹീരുധിരോഘേണ പ്രച്ഛന്ന സംപ്രകാശത്തെ സഞ്ചന്ന മാധവേ മാസി പ്ലാശേർ ഇവ പുഷ്പിതൈ. അങ്ങനെ ആ ഒരു സ്ഥലമെല്ലാം രക്തം കൊണ്ട് വലിയൊരു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രക്തത്തിൻ്റെ ഒരു നദി തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹരിവീരൗഘവപ്രാം തു ഭഗ്നായുധ മഹാദുംബ്രാം ശോണിതൗഘമഹാതോയാം യം സാഗരഗാമിനീം യകൃത്പ്ലീഹ മഹാപൻഖാം വിനികീർണന്ന ശൈബിലാം മിത്രകായ ശിരോമീനം അംഗഭ്യം ശാങ്കലാം ഗൃദ്രഹംസഗണാകീർണം കങ്കസാരസേവിതാം. ഇവിടെ ഈ ഒരു കുറച്ച് ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെ പല രാക്ഷസന്മാരുടെയും അസ്ത്രശസ്ത്രങ്ങളൊക്കെ തകർന്നിരിക്കുകയാണ്. മരം കൊണ്ടുള്ള അടിയിട്ടിട്ട് ഒരു വലിയ തിരമാലകളെ പോലെ അവരുടെ ഉള്ളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് തലകൾ, ഒരുപാട് കൈകൾ, കാലുകൾ, അങ്ങനെ ഇത് മാംസ കഷ്ണങ്ങളൊക്കെ ഇതിങ്ങനെ അതിലൂടെയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കഴുകനൊക്കെ അവിടെ ചുറ്റും അവർക്ക് എന്തോ വലിയ സദ്യ കിട്ടിയതുപോലെ അതെല്ലാം കൊത്തി കീറി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ യുദ്ധം വളരെ ഘോരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സൃജന്തം ബാണൗഘാൻ പ്രഹസ്തം സെന്തനീ സ്ഥിതം ദദർശ തരസാ നീലോ വിനിഗ്രന്ഥം പ്ലവം ഗമാൻ. നീലൻ പ്രഹസ്തനെ കണ്ടു. വാനരന്മാരെ എല്ലാം വളരെയധികം വിഷമിപ്പിക്കുന്നതായിട്ട് നീലൻ കണ്ടു. നീലനെ കണ്ടപ്പോൾ വളരെ ദേഷ്യം തോന്നുന്നു. ഉദ്ധൂത ഇവ വായു ഖേ മഹാദംബ്രബലം ബലാത് സമീക്ഷ്യാഭിദ്രുതം യുദ്ധേ പ്രഹസ്തോ വഹിനീപതി. എന്നാൽ ഇത് കണ്ടിട്ട് നീലൻ നേരെ പ്രഹസ്തനെ ആക്രമിക്കാനായിട്ട് ഓടി വരികയാണ്.
സ ധനുർധന്വിനാ ശ്രേഷ്ഠോ വികർഷ്യ പരമാഹവേ നീലായ വിസൃജൻ ധ്വന്നാത് പ്രഹസ്തോ വഹിനീപതി. അങ്ങനെ പ്രഹസ്തൻ, ആ സേനാപതിയായിട്ടുള്ള പ്രഹസ്തൻ, ആ അസ്ത്രശസ്ത്രങ്ങളിൽ വളരെ നൈപുണ്യം നേടിയ ആള് അസ്ത്രം വില്ലങ്ങോട്ട് വളച്ചു. എന്നിട്ട് നിലന് നേരെ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. തേ പ്രേത്യാനിശികാനീലം വിനുർഭിത്യ സമാഹിത മഹീം ജഗ്മുർമഹാവേഗരോഷിത ഇവ പന്നക. വളരെയധികം വേഗതയിൽ ആ അസ്ത്രങ്ങൾ വരികയാണ്. സർപ്പത്തെ പോലെ പ്രഹസ്തൻ്റെ കൈകൾ കൊണ്ട് വരുന്നതാണ് അസ്ത്രങ്ങൾ. അങ്ങനെ പല രീതിയിലും നിലനെ അത് മുറിവേൽപ്പിച്ചു. നിലൻ താഴോട്ട് ബോധം കെട്ടി വീഴുകയാണ്. നീലശരീരഭിഹിതോ നിശിതൈർജ്വലനോപമേ സതം പരമ ദുർദർശം അപന്തന്തം മഹാകവി. മഹാകവി, വീണ്ടും നമ്മുടെ നായകൻ വരികയാണ്. അങ്ങനെ ആ ഒരു മഹാകവി ഇവിടെ നിലനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ഇത്രയും അസ്ത്രങ്ങൾ കൊണ്ടപ്പോഴും ഇത്രയും അസ്ത്രങ്ങൾ കൊണ്ടിട്ടും നിലൻ, ആ മഹാകവി നിലൻ, അദ്ദേഹം വളരെ ശക്തനാണ്. ഉടൻ തന്നെ എന്ത് ചെയ്തു? ഇത്രയും അസ്ത്രങ്ങൾ കൊണ്ടിട്ടും ആ വൃക്ഷത്തെ വേരോടുകൂടി പിഴുതെടുത്തിട്ട് അത് നേരെ പ്രഹസ്തന് നേരെ പ്രയോഗിക്കുകയാണെന്നുള്ളത്. എടുത്തൊറ്റേറി. നീലശരീർഭിഹിതോ നിശിതൈർജ്വലനോപമേ സതം പരം ദുർദശ അപദന്തം മഹാകവി. തസ്യ ബാണഗണനേവ രാക്ഷസസ്യ ദുരാത്മന അപാര്യൻ വാരിയുതം പ്രത്യഗൃഹാൻ നിമീലത. എന്നിട്ടും ആ ഒരു മരം പിഴുതെറിഞ്ഞപ്പോഴും അതൊക്കെ അസ്ത്രങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ പ്രഹസ്തൻ അതിനെ തകർത്തു. അതിനുശേഷം അസ്ത്രങ്ങളുടെ ഒരു മഴ തന്നെ പെയ്പ്പിച്ചു പ്രഹസ്തൻ നിലനെതിരെ. യഥൈവ ഗോവൃഷൈ വർഷം ശാരദം ശീഘ്രമാഗതം ഏവമേവ പ്രഹസ്തി ശരവർഷം ദുരാസദം. അന്നേരം നിലൻ കണ്ണടച്ചുകൊണ്ട് എല്ലാ അസ്ത്രങ്ങളെയും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് വേഗതയിലാണ് അസ്ത്രങ്ങളെല്ലാം വന്നുകൊണ്ടത്. രോഷിത ശരവർഷേന സാലേന മഹതാമഹൻ പ്രജഗാഹ്യാൻ നീലം പ്രഹസ്തസ്യ മനോജവാൻ. അങ്ങനെ മഹാശക്തനായിട്ടുള്ള നീലൻ ഇത്രയും അസ്ത്രങ്ങൾ അയച്ചതിൻ്റെ ദേഷ്യത്താൽ വലിയൊരു സാളവൃക്ഷത്തെ എടുത്തിട്ട് ആ പ്രഹസ്തൻ്റെ കുതിരകളെയൊക്കെ അടിച്ചു കൊല്ലുകയാണെന്നുള്ളത്. തതോ രോഷപരീതാത്മാ ധനുസ്തസ്യ ദുരാത്മന ഭവജ്ജാതരസാ നീലോ നനാഥ ച പുനഃ. അതിനുശേഷം നീലൻ പെട്ടെന്ന് തന്നെ ആ പ്രഹസ്തൻ്റെ വില്ലൊടിക്കുകയാണ്. അന്നേരം പ്രഹസ്തൻ വളരെ ക്രുദ്ധനായിട്ട് വീണ്ടും അലറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിദൂനസ്ഥാകൃതം സ്തേനോ പ്രഹസ്തോ വഹനീപതി. അങ്ങനെ വില്ലില്ലാതെ പ്രഹസ്തൻ വളരെ ശക്തമായിട്ടുള്ളൊരു ഗദയെടുത്തിട്ട് രഥത്തിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. താവുബോ വാഹിനി മുഖ്യോ ജാതരോഷോ തരിസ്മിനോ സ്ഥിതോ ശതതയാ ദിഗ്ധ അംഗോ പ്രഭിനാവിവ കുഞ്ചരോ. അങ്ങനെ ആ രണ്ടുപേരും നീലനും പ്രഹസ്തനും വളരെ ശക്തരായിട്ടുള്ള രണ്ടുപേരാണ്. രണ്ടുപേരും കൂടെ വളരെ ശക്തമായിട്ട് യുദ്ധം ആരംഭിച്ചു. രണ്ട് ആനകൾ തമ്മിൽ കൂട്ടുമുട്ടിയതുപോലെ തോന്നി. ഉല്ലിഖന്തോ സുതീക്ഷണഭേർ ദംഷ്ടഭേർ ഇതരേതരം സിംഹശാർദൂല സദൃശോ സിംഹശാർദൂല ചേഷ്ടതി. അങ്ങനെ സിംഹവും പുലിയും തമ്മിലുള്ള യുദ്ധം പോലെ തോന്നി. അവർ തമ്മിലുള്ള ആ ഒരു മല്ലയുദ്ധമൊക്കെ കണ്ടിട്ട് അങ്ങനെ രണ്ടുപേരും എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം മുന്നിലുള്ള ആളിനെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും യുദ്ധം ചെയ്യുകയാണ്. ആജതാൻ തഥാ നീലം ലലാട്ടെ മുസലേൻ സ പ്രഹസ്തപരമായസ്തസ്യ സുസ്രാവശോണിതം. അങ്ങനെ നീലൻ്റെ നെറ്റിക്ക് നോക്കി നല്ലൊരു അടി ഗദ കറക്കി അടിച്ചു എന്നുള്ളതാണ് പ്രഹസ്തൻ. തഥാ ശോണിത ദിഗ്ധംഗ പ്രഗ്രഹ്യ സുമതരും പ്രഹസ്തസ്യ ഉരസി ശുദ്ധോ വിസൃജ്യ മഹാകവി. ഉടൻ തന്നെ ആ നീലൻ്റെ ശരീരത്തിൽ നിന്നൊക്കെ രക്തം വാർന്നിങ്ങനെ വരികയാണ്. ഉടൻ തന്നെ ആ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു
വൃക്ഷമെടുത്തു. എന്നിട്ട് വളരെ ശക്തിയായിട്ട് കറക്കി നെഞ്ചത്ത് നോക്കി ഒറ്റയടി അടിച്ചു നീലൻ. തം അചിന്യ പ്രഹരം സ പ്രഗ്രഹ്യ മുസലം മഹത്. ഇത് കിട്ടിയപ്പോൾ അതത്ര കാര്യമായിട്ട് എടുക്കാതെ, അത്രയൊന്നും പ്രഹസ്തനെ ബാധിച്ചില്ല. ഉടൻ തന്നെ വലിയൊരു ഗദ എടുത്തിട്ട് ഫുൾ പൂർവാധിക ശക്തിയോടുകൂടി നിലനെ അടിക്കാനായിട്ട് ഓടി വരികയാണ്. തമുഗ്രവേഗം സംബന്ധം ആപതന്തം മഹാകവി തഥാ സംപ്രേക്ഷ ജഗ്ര മഹാവേഗോ മഹാശിലാം. പ്രഹസ്തൻ ഇങ്ങനെ വളരെ വേഗതയോടുകൂടി വരുന്നത് കണ്ടിട്ട് ഉടൻ തന്നെ നിലൻ വലിയൊരു പാറ എടുത്തു. പെട്ടെന്ന് തന്നെ തസ്യ യുദ്ധ്യ അഭികാമസ്യ മൃധേ മുസലയോധിന പ്രസ്തസ്യ ശിലാം നീലോ മൂർധ്നി തൃണം ആപതയത്. അങ്ങനെ കറക്കി ആ ഒരു പാറ എടുത്ത് പ്രഹസ്തൻ്റെ തലയ്ക്കിട്ട് തന്നെ വീണ്ടും അടിച്ചു. ഇതിനെന്തായി? നീലേന കവിമുഖ്യേന വിമുക്തമഹദീശില വിവേദ ബഹുദാഘോര പ്രഹസ്തസ്യ ശിരസ്തഥാ. ആ ഒരു വലിയ ശക്തമായിട്ടുള്ള ആ ഒരു പാറ പ്രഹസ്തൻ്റെ തലയ്ക്കിട്ട് കൊണ്ടു. അതോടുകൂടി പ്രഹസ്തൻ്റെ തല ചെതറി എന്നുള്ളതാണ്. തേങ്ങ പൊട്ടിച്ചെതറുന്ന പോലെ പ്രഹസ്തൻ്റെ തല പൊട്ടിത്തെറിച്ചു. സഗദാസൂർ ഗദാശീഗ്രോ ഗദാസത്വോ ഗദാന്ദ്രിയ പപാത് സഹസഭൂമോ ചിത്ര മൂല ഇവദ്രുമ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഘോരമായിട്ടുള്ള യുദ്ധമാണ് ഇത് നടക്കുന്നത്. ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. വാൽമീകി ഋഷിയുടെ രാമായണത്തിൽ വളരെ വിശദമായിട്ട് ഓരോ അസ്ത്രങ്ങൾ അയച്ചപ്പോഴും ഓരോ മരങ്ങളെടുത്ത് എറിഞ്ഞപ്പോൾ എന്തായി, ഇതൊന്നും കാൽപ്പനികമായിട്ട് ആർക്കും എഴുതാൻ പറ്റത്തില്ല. പല പ്രാവശ്യം ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ തന്നെ ബോറടിക്കും. ഇത് എത്ര പ്രാവശ്യം മരം എടുത്ത് എഴുതുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ചേഞ്ചിന് വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു എന്ന് പറയാം. പക്ഷേ ഇത് ഒറിജിനലി ഇതാണ് ചെയ്തത്. ഒറിജിനലി മരങ്ങളും പാറകളും ഇതൊക്കെ വെച്ചിട്ടാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്നും കാൽപ്പനികമല്ലെന്ന് മനസ്സിലാക്കുക. ഇത് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളാണ്. എത്ര ഭംഗിയായിട്ടാണ് വാനരന്മാരൊക്കെ യുദ്ധം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം ബുദ്ധിമുട്ടും വിഷമവും അവർ സീതാദേവിക്ക് വേണ്ടി കൊടുത്തു എന്ന് മനസ്സിലാക്കണം. ത്യജിച്ചു. അവരുടെ പ്രശ്നങ്ങളെയൊക്കെ, അവരുടെ സുഖസൗകര്യങ്ങളൊക്കെ ത്യജിച്ച് അവർ എല്ലാവിധ ദുഃഖവും വിഷമവും സഹിക്കുകയാണ് സീതാദേവിക്ക് വേണ്ടി. കാരണം എന്താണ്? സീതാദേവി അത്രയ്ക്ക് മഹത്തായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപാതിവൃത്യമുള്ള ആ ഒരു സീതാദേവിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് എല്ലാ വാനരന്മാരും അവരുടെ രക്തം ഒഴുക്കുന്നത്. എന്നാലോചിച്ചു. ഉടൻ തന്നെ തല പൊട്ടിച്ചെതറിയപ്പോൾ അവൻ്റെ തലയെല്ലാം കണ്ണെയ്ത് വായെയ്ത് ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ ഒരു മരം പൊട്ടി വീഴുന്ന പോലെ ആ ഒരു പ്രഹസ്തൻ അവിടെ വീഴുകയാണ്. ഇത് രാവണനെതിരെ വലിയൊരു അടിയാണ്. കാരണം പ്രഹസ്തൻ എന്ന് പറഞ്ഞാൽ രാവണന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. വിഭിന്ന ശിരസം തസ്യ ബഹുസുസ്ത്രാവ ശോണിതം ശരീരാത് അഭി സുസ്ത്രാവ ഗിരേഹ പ്രസ്ത്രവണം യഥാ. അവൻ്റെ തലയിൽ നിന്ന്, പൊട്ടിച്ചെതറിയ തലയിൽ നിന്ന് ഒരുപാട് രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു ശരീരത്തിൽ നിന്നും രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലോചിച്ച് നോക്കണം. അതേ പ്രഹസ്തനീലേന തദാകമ്പ്യൻ ബഹദ്ബലം രക്ഷസാഭൃഷ്ടാം ലങ്കം അഭിജംഹ. അന്നേരം നായകനായിട്ടുള്ള പ്രഹസ്തൻ മരിച്ചപ്പോൾ ബാക്കിയുള്ള രാക്ഷസന്മാരെല്ലാം തിരിച്ച് ലങ്കയിലേക്ക് ഓടി. നശോക സമസ്താം നിഹതേ ബഹിനീപതൗ. അങ്ങനെ പ്രധാനപ്പെട്ട നായകനെ വധിച്ചപ്പോൾ അവർക്കാർക്കും അവിടെ നിൽക്കാൻ പറ്റിയില്ല. അതേ തസ്മം സ ചമോ മുഖ്യേ രാക്ഷസം തേ നിരുദ്ധമാ. അങ്ങനെ പ്രഹസ്തൻ എന്നറിഞ്ഞപ്പോൾ ബാക്കിയുള്ള രാക്ഷസന്മാർക്കെല്ലാം അവരുടെ ഉള്ളിലുള്ള ഒരു ബലമൊക്കെ നഷ്ടപ്പെട്ടു. അവരെല്ലാം അബോധാവസ്ഥയിലേക്ക് പോയി എന്ന് തന്നെ പറയാം. ചിലവരൊക്കെ സമുദ്രത്തിൽ ചാടി ഓടി എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. ചിലവർ ഗുഹയ്ക്കകത്ത് ഒളിച്ച് ഇരിക്കാൻ തുടങ്ങി. തതസ്തു നീലോ വിജയി മഹാബല പ്രശംസ്യമാന സ്വകൃതം കർമ്മണ. അങ്ങനെ നീലൻ ആ ഒരു പ്രഹസ്തനെ വധിച്ചപ്പോൾ എത്രമാത്രം അടിയാണ് നീലന് കിട്ടിയത്, അല്ലേ? എത്ര പ്രാവശ്യം രക്തം ഒഴുകി ശരീരത്തിൽ നിന്നും. പക്ഷേ അവസാനം പ്രഹസ്തനെ വധിച്ചപ്പോൾ
ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണസ്വാമിയും എല്ലാം ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ നീലനെ ഒരുപാട് അഭിനന്ദിച്ചു. ഇനിയാണ് കളി കുറച്ചും കൂടെ കാര്യമാവുന്നത്. രാവണൻ കുംഭകർണനെ വിളിക്കാൻ പറയുകയാണ്. ഇനി കുംഭകർണനെക്കുറിച്ച് രാമൻ ചോദിക്കുന്നു. കുംഭകർണൻ പിന്നെ ആ ഒരു രാവണനുമായിട്ട് സംസാരിക്കുന്നു. കുംഭകർണൻ ആശ്വസിപ്പിക്കുന്നു രാവണനെ. തീർച്ചയായിട്ടും യുദ്ധം നടക്കുമെന്ന് പറഞ്ഞ് മഹോദരൻ അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ കുംഭകർണനുമായിട്ട് വലിയൊരു യുദ്ധമാണ് നടക്കുന്നത്. നോക്കാം എന്താണെന്നോ. ഇനി കുംഭകർണനെ ഉണർത്തുന്നത് വലിയ രസമാണ്. ഇനി അതാണ് നമ്മൾ, കാരണം ആൾ ഉറങ്ങാൻ കിടന്നിട്ട് ഒരു ദിവസം ആയതേ ഉള്ളൂ. 6 മാസം ഉറങ്ങും, എന്നിട്ട് ഒരു ദിവസമാണ് ഉണരുന്നത്. ആ ഒരു ദിവസം ഉണർന്നതിന് ശേഷം ആ ഒരു ദിവസം ഈ 6 മാസത്തെയും കൂടെ ഒന്നിച്ച് തിന്നും എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് 6 മാസത്തിലുള്ള എല്ലാം തിന്നും. ഇനി ആ കുംഭകർണൻ്റെ ശക്തി, ബലം, അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഇനിയുള്ള 2-3 സർഗം കുംഭകർണനെ കുറിച്ചാണ്. നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു സംഭവം നടക്കുന്നു. ക്ഷമിക്കണം. പ്രഹസ്തൻ മരിച്ചു കഴിഞ്ഞപ്പോൾ രാവണൻ സ്വയം വരികയാണ്. അന്നേരം രാവണനിട്ട് നല്ലൊരു പണി കിട്ടുന്നു. അതിനുശേഷമാണ് കുംഭകർണൻ വരുന്നത്. നമുക്ക് നോക്കാം. കാരണം പ്രഹസ്തൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ രാവണന് വലിയ ദേഷ്യമായി. അങ്ങനെ രാവണൻ വരികയാണ്. ഇത് ഒരു വലിയ സർഗമാണ്. കാരണം രാവണനുമായിട്ട് വലിയ യുദ്ധമാണ് ലക്ഷ്മണസ്വാമിയും ഹനുമാൻ സ്വാമിയായിട്ടുള്ള. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രംഗമാണ്. രാവണൻ സ്വയം രംഗത്ത് പ്രവേശിക്കുകയാണ്. നോക്കാം. തസ്മിൻ ഹതേ രാക്ഷസ സൈന്യപാലേ പ്ലവം ഗമനം വൃഷഭേണ യുദ്ധേ ഭീമമായുധം സാഗരതുല്യവേഗം വിദ്വേ രാക്ഷസരാജസൈന്യം. പ്രഹസ്തൻ മരിച്ചു എന്ന് വാക്ക് കേട്ടപ്പോൾ രാവണൻ ഇവരെല്ലാം കൊടുങ്കാറ്റിൻ്റെ വേഗത്തിലാണ് തിരിച്ചോടിയത്. ഗത്വാ തുരക്ഷോ ദിപതേ സംശുഹോ. അവർ നേരെ രാവണൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, പ്രഹസ്തനും മരിച്ചു നീലൻ്റെ കൈകളാൽ. നീലൻ അഗ്നിദേവൻ്റെ മകനാണ്. ഇത് കേട്ടപ്പോൾ രാവണന് വലിയ ദേഷ്യമായി. അങ്ങനെ പ്രഹസ്തൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ വളരെയധികം ദേഷ്യത്തോടു കൂടി ഒരുപാട് വിഷമമായി. എന്നിട്ട് രാവണൻ പറയുകയാണ്, ഇതെല്ലാം പ്രഹസ്തൻ ദേവേന്ദ്രന് വരെ വലിയൊരു പേടി സ്വപ്നമായിരുന്നു. എത്രയോ ദേവന്മാരെ തോൽപ്പിച്ചിരിക്കുന്നു. ഇനി ഞാൻ തന്നെ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന് ബാക്കിയുള്ള സൈനികഗണങ്ങളോട് പറഞ്ഞു. എങ്ങനെയാണോ അഗ്നി കാട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളെയും കത്തിപ്പിക്കുന്നത്, അതേപോലെ ലക്ഷ്മണനെയും രാമനെയും വാനരസഹിതം എല്ലാവരെയും കത്തിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് രാവണൻ തയ്യാറാവുകയാണ്. ഇങ്ങനെ രാവണൻ പറഞ്ഞതിന് ശേഷം രഥത്തിൽ കയറി. അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരും വാദ്യാഘോഷങ്ങളോടുകൂടി രാവണനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. അതിനുശേഷം പലതരത്തിലുള്ള രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ രാവണൻ അങ്ങോട്ട് യാത്രയാവുകയാണ്. ഒരുപാട് ശക്തിയോടുകൂടി രാവണൻ പോവുകയാണ്. അന്നേരം യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യമായിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങുകയാണ്. അന്നേരം നോക്കിയപ്പോൾ വളരെ ശക്തമായിട്ടുള്ള വാനരന്മാരെയൊക്കെ കണ്ടു. അവരുടെ കൈകളെല്ലാം മരങ്ങളും പാറകളും പർവ്വതങ്ങളും ഒക്കെ കയ്യിൽ നിൽക്കുകയാണ്. അവരെല്ലാവരും യുദ്ധത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് അലറിയപ്പോൾ വലിയ എന്തോ ഈ പ്രളയം വരുന്ന സമയത്ത് ഭൂമി മുഴുവൻ നശിക്കുന്ന സമയത്ത് എങ്ങനെയാണോ വർഷം ഉണ്ടാകുന്നത്, അതേപോലെ മഴ പെയ്യുന്നത്, ആ ശക്തമായിട്ടുള്ള കാർമേഘങ്ങൾ ഗർജിക്കുന്ന അതേപോലെ തോന്നി.
അങ്ങനെ ആ ഒരു രാക്ഷസന്മാരെ എല്ലാവരെയും കണ്ടപ്പോൾ, വാനരന്മാരെ എല്ലാവരെയും കണ്ടപ്പോൾ രാമനെയും കണ്ടു. അന്നേരം രാമനും രാവണനെ കാണുകയാണ്. ഉടൻ തന്നെ രാമൻ വിഭീഷണനോട് ചോദിക്കുകയാണ്, നാനാപതാകധ്വജ ശാസ്ത്രജുഷ്ടം പ്രാസശിശൂലം ആയുധചക്രജുഷ്ടം സൈന്യം നഗേന്ദ്രോപമനാഗജുഷ്ടം കസ്യൈതമക്ഷോഭ്യ ഭീരുജുഷ്ടം. ഈ വരുന്ന സൈന്യത്തിൻ്റെ നേതൃത്വം ആരാണ് വഹിക്കുന്നത്? ആരുടെ കൊടിയടയാളങ്ങളാണ് അങ്ങേക്ക് കാണാൻ പറ്റുന്നത്? അവരുടെ വാളും ശക്തിയും ഇതൊക്കെ ഒന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ട് മഹാശക്തനായിട്ട് മഹേന്ദ്രപർവ്വതം വരുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ. തതസ്തു രാമസ്യ നിശമ്യവാക്യം വിഭീഷണ ശക്രസമാൻ വീര്യഹു. രാമൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ആ വരുന്ന സൈന്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ വിഭീഷണൻ പറയുകയാണ്. യോ അസൗ ഗജസ്കന്ദ ഗതോ മഹാത്മാ. പറഞ്ഞാണ് ആ ഒരു ആനപ്പുറത്ത് കയറി വരുന്ന അവൻ അകമ്പനനാണ്. തോ അസോ രതസ്ഥോ മൃഗരാജകേതുർ ദുൻവന്ധനു ശക്രധനു പ്രകാശം. അങ്ങനെ കൂട്ടത്തിൽ ഇന്ദ്രജിത്ത് വരുന്നതായിട്ടും കാണിക്കുന്നു. അതിനുശേഷം അതികായൻ, അവനെക്കുറിച്ച് പറയുന്നു. അതികായനുണ്ട്, ഇന്ദ്രജിത്തുണ്ട്, മഹോദരനുണ്ട്. അതിനുശേഷം പിശാചൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ട്, ത്രിശിരസുണ്ട്, പിന്നെ കുംഭൻ എന്ന് പറയുന്ന ആ ഒരു രാക്ഷസനുണ്ട്, നികുംബനുണ്ട്, പിന്നെ നരാന്തകൻ. ഇങ്ങനെ ഓരോ രാക്ഷസന്മാരുടെയും അവരുടെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു അതൊക്കെ പറയുകയാണ്. പിന്നെ ആ കാണുന്നവൻ എല്ലാവിധ രാക്ഷസന്മാരും ചുറ്റിപ്പറ്റി നിൽക്കുന്നവനും ആ വട്ടത്തിലുള്ള കണ്ണുകളുള്ളതും ശരീരം കണ്ടു കഴിഞ്ഞാൽ പുലിയെപ്പോലെ ഇരിക്കുന്നു. അതുകൂടാതെ പോത്തിനെ പോലെയും ആനയെ പോലെ ശക്തിയും. അതാണ് രാക്ഷസരാജനായിട്ടുള്ള രാവണൻ എന്ന് വിഭീഷണൻ പറയുകയാണ്. കണ്ടു കഴിഞ്ഞാൽ വിന്ധ്യപർവ്വതത്തെ പോലെ ഉണ്ട്, അത്രയും ശക്തമായിട്ടാണ് എന്ന് അവിടെ വിഭീഷണൻ പറയുകയാണ്. എന്നാൽ ഇത് കേട്ടപ്പോൾ ഭഗവാന് വലിയ സന്തോഷമായി. ഭഗവാൻ പറയാൻ തുടങ്ങി, ഭഗവാൻ പറയുകയാണ്, അവൻ്റെ മുഖത്ത് നല്ല തേജസ്സുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ദേവൻ്റെയോ സാധാരണ ഒരു എന്താ പറയുന്ന ഒരു ദാനവൻ്റെ ശരീരം പോലെയല്ല രാവണൻ്റെ ശരീരം. അങ്ങനെ പറയുകയാണ്. ഈ ഒരു വാനരന്മാരുടെയും ദാനവന്മാരുടെ ഇടയിലും യമരാജൻ നിൽക്കുന്ന പോലെയാണ് രാവണൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ ഭാഗ്യം അവനെ കാണാൻ പറ്റിയത്. കാരണം എന്തായാലും ഇന്ന് ഞാൻ ഇവനെതിരെയുള്ള പ്രതികാരം തീർക്കാൻ പോവുകയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വില്ലാളി വീരനായിട്ടുള്ള ഭഗവാൻ ലക്ഷ്മണൻ ഉൾപ്പെടെ നിന്നുകൊണ്ട് നേരെ നിവർന്ന് നിന്നതിന് ശേഷം അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി ഭഗവാൻ. അതിനുശേഷം കൂട്ടത്തിലുള്ള രാക്ഷസന്മാരോടൊക്കെ രാവണൻ പറഞ്ഞു, എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് നിന്ന് പ്രത്യേകിച്ച് ആ ഒരു കവാടങ്ങളിലൊക്കെ കാവൽ നിൽക്കുക എന്ന് പറഞ്ഞു. എന്നാലും നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മറ്റ് കവാടങ്ങൾ വഴി അകത്തോട്ട് കയറും എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ള
മന്ത്രിമാരെ എല്ലാം രാവണൻ അപ്പുറത്തും ഇപ്പുറത്തും വിട്ടതിന് ശേഷം അന്നേരം ആ സമുദ്രം പോലെ മുന്നിൽ നിൽക്കുന്ന വാനരന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങി. അങ്ങനെ രാവണൻ മഹാശക്തമായിട്ട് മുന്നോട്ട് വരുന്നത് കണ്ടിട്ട് സുഗ്രീവൻ പെട്ടെന്ന് തന്നെ ആ ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകൾഭാഗം എടുത്ത് പിടിച്ചു. അതിനുശേഷം പല രീതിയിലുള്ള മരങ്ങളും അതും എല്ലാം ഉൾപ്പെടെ അത് ശക്തമായിട്ട് കറക്കി രാവണൻ നേരെ ഒറ്റ എറിയാണ്. അങ്ങനെ ആ ഒരു പർവ്വതത്തിൻ്റെ മുകൾഭാഗം വരുന്നതായിട്ട് കണ്ടിട്ട് രാവണൻ ഉടൻ തന്നെ കുറേ അസ്ത്രങ്ങൾ അയച്ച് അതിനെ തകർക്കുകയാണ്. അന്നേരം വേറൊരു അസ്ത്രം യമനെ പോലെ വരുന്ന മഹാശക്തമായിട്ട് വേറൊരു അസ്ത്രം ആ സുഗ്രീവനെതിരെ എറിയുകയാണ്. സുഗ്രീവനെ വധിക്കാൻ തന്നെ അയച്ച അസ്ത്രമായിരുന്നു. അന്നേരം ഉടൻ തന്നെ എന്തായി, ആ ഒരു അസ്ത്രം നേരെ ആ ഒരു സുഗ്രീവനെ മുറിവേൽപ്പിക്കുകയാണ്. നേരെ അബോധാവസ്ഥയിലേക്ക് പോവുകയാണ് സുഗ്രീവൻ. ഉടൻ തന്നെ ബോധം കെട്ട് വീണു. അതിൽ ഒരു രീതിയിലും എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സുഗ്രീവൻ ഇരിക്കുകയാണ്. ആ സമയത്ത് ഗവാക്ഷൻ, ഗവയൻ, സുഷേണൻ, ഋഷഭൻ, ജ്യോതിമുഖൻ, നളൻ അവരെല്ലാവരും വലിയ വലിയ പാറകളും പർവ്വതങ്ങളും എടുത്ത് രാവണനെതിരെയായിട്ട് ഓടി വരികയാണ്. അങ്ങനെ 100-ൽ പരം അസ്ത്രങ്ങൾ കൊണ്ട്, വളരെ ശക്തമായിട്ടുള്ള മൂർച്ചയേറിയ 100-ൽ പരം അസ്ത്രങ്ങൾ കൊണ്ട് അവരുടെ ആ ഒരു പാറക്കഷ്ണങ്ങളെയും പർവ്വതത്തെയൊക്കെ നിർവീര്യപ്പെടുത്തി. അതിനുശേഷം പല പല അസ്ത്രങ്ങൾ കൊണ്ടും ഇതുകൂടാതെ ആ പാറ കൊണ്ട് ആക്രമിക്കാനുള്ള ആ ഒരു ഉദ്യമത്തിൽ നിന്നും അവരെല്ലാം ആ ഒരു പാറകളെയും പർവ്വതങ്ങളെയും എല്ലാം തകർത്തു രാവണൻ. അതിനുശേഷം കുറേ അസ്ത്രങ്ങൾ അയച്ച് ആ ഒരു പ്രധാനപ്പെട്ട വാനര പ്രഭുമാരെ എല്ലാം ബോധം കെടുത്തി. അങ്ങനെ ബാക്കിയുള്ള വാനര വ്യൂഹത്തിനെതിരെ രാവണൻ ഒരു അസംഖ്യം അസ്ത്രങ്ങൾ അയക്കുകയാണ്. തേ ബദ്യമാന പതീതാഗ്ര വീര. അന്നേരം ആ ഒരു രാവണൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന അവരെല്ലാവരും രക്ഷയ്ക്കായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരെല്ലാവരും പല രീതിയിൽ വീണ്ടും രാവണൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും രാമൻ്റെ അടുത്ത് നിന്ന് അഭ്യർത്ഥിക്കുകയാണ്, ഭഗവാനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. തതോ മഹാത്മാ സധനുർധനുഷ്മാൻ ആദായ രാമസഹര ജഗാമഹ. അങ്ങനെ ശ്രീരാമചന്ദ്രമൂർത്തി ഉടൻ തന്നെ യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. പക്ഷേ ലക്ഷ്മണസ്വാമി പറഞ്ഞു, കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, കാമമാര്യ സുപര്യാപ്തോ വധായസ്യ ദുരാത്മന. ജ്യേഷ്ഠ, ഞാൻ മതി ഈ രാവണനെ വധിക്കാനായിട്ട്, ഞാൻ അവനെ വധിച്ചോട്ടെ, അതുകൊണ്ട് അങ്ങ് ദേവി ഇത് അനുവാദം നൽകണം എന്ന് പറഞ്ഞു. അന്നേരം ശ്രീരാമചന്ദ്രമൂർത്തി ഉടൻ തന്നെ പറഞ്ഞു, നീ വിജയിച്ചു വരട്ടെ എന്ന് പറഞ്ഞു ഭഗവാൻ അനുഗ്രഹിച്ചു വിടുകയാണ്. രാവണൻ തീർച്ചയായിട്ടും യുദ്ധം തുടങ്ങുമ്പോൾ ത്രിലോകങ്ങളിലും ആരും അവനെ വെല്ലാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ശക്തമായിട്ടായിരുന്നു ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു കൊടുക്കുകയാണ് ലക്ഷ്മണനോട്. അതുകൊണ്ട് അവൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കി, അതുകൂടാതെ നിൻ്റെ ബലഹീനത നീയും മനസ്സിലാക്കി അതിനെ സംരക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യണം. അന്നേരം നിൻ്റെ കണ്ണുകളും നിൻ്റെ വില്ലും എല്ലാം രണ്ടും ഒരേപോലെ ഇരിക്കണം, അല്ലേ? കണ്ണുകൾ പോകുന്നതിനനുസരിച്ച് വില്ലും ചലിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. രാഘവസ്യ വചശ്രുത്വ സംഭരിശ്വജ പൂജ്യ ച അഭിവാദ്യ തതോ രാമം യയോ സൗമിത്രേരഹവം. ഇങ്ങനെ രാമൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ ലക്ഷ്മണസ്വാമിയെ ആലിംഗനം ചെയ്തു ശ്രീരാമചന്ദ്രമൂർത്തി. എന്നിട്ട് ലക്ഷ്മണസ്വാമി നമസ്കരിച്ചതിന് ശേഷം യുദ്ധക്കളത്തിലേക്ക് പ്രവേശിച്ചു. സ രാവണം വാരണഹസ്തബാഹൂർദർശാദീപ്തമുദ്യത ഭീമചാപം. ലക്ഷ്മണൻ അന്നേരം രാവണനെ കണ്ടു.
ആനയുടെ തുമ്പിക്കൈ പോലെ ശക്തമായിട്ടുള്ള കൈകൾ, വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വില്ലും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാ ദിശകളിൽ നിന്നും പല പല അസ്ത്രങ്ങൾ കൊണ്ട് വാനന്മാരുടെ തലയൊക്കെ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. തം ആലോക്യ ബഹാതേജ ഹനുമാൻ മാരുതാത്മജ നിവാര്യ ശരജാലാനി പ്രദുബ്ധാസരാവണ. അന്നേരം ഹനുമാൻ സ്വാമി ഈ വാനന്മാരെല്ലാം വധിക്കുന്നതായിട്ട് കണ്ടിട്ട് ഹനുമാൻ സ്വാമി ആ ഒരു അസ്ത്രങ്ങൾ അയക്കുന്നത് നിർത്താനായിട്ട് ഹനുമാൻ സ്വാമി നേരെ രാവണൻ്റെ അടുത്ത് പോയിച്ചിട്ട് പറയുകയാണ്, രഥം തസ്യ സമാസാദ്യ ഭുജം ഉദ്യസ്യ ദക്ഷിണാം. കാരണം ഹനുമാൻ സ്വാമി നേരത്തെ കാത്തിരിക്കുകയാണ് ഈ ഒരു അവസരത്തിന് വേണ്ടി. കാരണം ദൂതനായിട്ട് ഇന്നപ്പോൾ രാവണനായിട്ട് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഹനുമാൻ സ്വാമി നേരെ വന്നു. രഥത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഹനുമാൻ സ്വാമി വലതേ കൈ ഉയർത്തിയതിന് ശേഷം രാവണനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഹനുമാൻ സ്വാമി ഇങ്ങനെ പറഞ്ഞു, പൊതുവേ നിങ്ങൾക്ക് ദേവന്മാരിൽ നിന്നോ ദാനവന്മാരിൽ നിന്നോ ഗന്ധർവന്മാരിൽ നിന്നോ ഒന്നും ആരും നിന്നെ വധിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ വാനരന്മാരിൽ നിന്ന് നീ സൂക്ഷിക്കണം, അത് നീ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഹനുമാൻ സ്വാമി ഒന്ന് ഭയപ്പെടുത്തുവാണ്. എന്നിട്ട് ഹനുമാൻ സ്വാമി പറഞ്ഞു, എൻ്റെ ഈ കൈകൾ കണ്ടോ, ഇത് വെച്ചിട്ട് ഒറ്റ ഇടി ഇടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ആരും പോകണം. അങ്ങനെ ഹനുമാൻ സ്വാമി പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് രാവണന് വലിയ ദേഷ്യമായി. എന്നിട്ട് രാവണൻ തിരിച്ചു പറഞ്ഞു, അതുകൊണ്ട് ഭയപ്പെടാതെ വാനര, ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇടിക്കൂ, എനിക്ക് നിൻ്റെ ശക്തി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ രാവണൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ വായുപുത്രനായിട്ടുള്ള ഹനുമാൻ സ്വാമി, ഞാൻ നിൻ്റെ അക്ഷനെ വധിച്ചത് നിനക്ക് ഓർമ്മയില്ല, നിൻ്റെ മകനായിട്ടുള്ള അക്ഷനെ, അതൊക്കെ നീ മറന്നുപോയോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ മഹാശക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമി ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാവണന് വലിയ ദേഷ്യമായി. അന്നേരം രാവണൻ കൈ പിടിച്ച് ചുരുട്ടിയതിന് ശേഷം ശക്തമായിട്ട് നെഞ്ചത്ത് നോക്കി ഒരടി അടിച്ചു ഹനുമാൻ സ്വാമിയുടെ. സതലബിഹദം ഹതസ്തേന ചാല ച മുഹുർമുഹു അജഗാൻ അഭി സംഗൃദ്ധം തലേന ഏവമരദ്വിഷം. ആ രാവണൻ്റെ കൈ കൊണ്ട് ഒരു അടി കിട്ടിയപ്പോൾ ഹനുമാൻ സ്വാമി നല്ലപോലെ വേദനിച്ചു. അതിനുശേഷം ഹനുമാൻ സ്വാമി ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കാൻ കുറച്ച് സമയമെടുത്തതിന് ശേഷം ബാലൻസ് കിട്ടിയപ്പോഴത്തേക്ക് ഹനുമാൻ സ്വാമി തിരിച്ച് നെഞ്ചത്ത് നോക്കി ഒരടിയും കണ്ടുപിടിച്ചു. അന്നേരം എന്തായി നമുക്ക് നോക്കാം. എന്തായി? തതസ്ഥലേന ബിഹതോ വാനരേണ മഹാത്മന ദശഗ്രീവ സമാധൂതോ യഥാഭൂമി ചല. ആ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ഇടി കിട്ടിയപ്പോൾ രാവണൻ ഭൂമി കുലുക്കം വരുമ്പോൾ പർവ്വതം കുലുക്കുന്ന മാതിരി കുറച്ചു നേരം ഇങ്ങനെ ആടിക്കൊണ്ടേയിരുന്നു. ഹരേ കൃഷ്ണ. അതോ ഇതൊരു 5-10 മിനിറ്റ് എടുക്കും. അന്നേരം രാവണൻ എന്താ പറയുന്നത്, രാവണൻ ഹനുമാൻ സ്വാമിക്ക് ഒരു അടി അടിച്ചപ്പോൾ ഹനുമാൻ സ്വാമി കുറച്ചു നേരം ബാലൻസ് കിട്ടാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. അന്നേരം ഹനുമാൻ സ്വാമി തിരിച്ച് രാവണൻ്റെ നെഞ്ചത്ത് നോക്കി ഒരു ഇടി ഇടിച്ചപ്പോഴത്തേക്ക് ഭൂമി കുലുക്കുമ്പോൾ പർവ്വതം എങ്ങനെയാണ് കുലുക്കുന്നത്, രാവണൻ ഇങ്ങനെ കുറച്ചു നേരം ആടിക്കൊണ്ടിരുന്നത്. അന്നേരം ഭൂചലനം വരുമ്പോൾ പർവ്വതം എങ്ങനെ കിടുകിടാ വിറയ്ക്കുന്നോ, അന്നേരത്തേക്ക് രാവണൻ കുറച്ചു നേരം ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടേയിരുന്നു. സംഗ്രാമേ തം തഥാ ദൃഷ്ട രാവണം ദന്താടിതം ഋഷിയോ വാനരാ സിദ്ധാനേതു ദേവ സഹസുര. അന്നേരം ഇതെല്ലാം കണ്ടിട്ട് ദേവന്മാരും എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. നല്ല രീതിയിൽ രാവണനെ ഒന്ന് ഷേക്ക് ചെയ്തു. രാവണ ഷേക്ക്. അത ആശ്വസ്യ മഹാതേജ രാവണോ വാക്യം അബ്രവീത് സാധു വാനരവീരേന. പിന്നെ രാവണൻ്റെ പൊതുവെയുള്ള സ്വഭാവം, രാവണനെ ആരെങ്കിലും തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ മുന്നിലുള്ള ആളെ പുകഴ്ത്തു എന്നുള്ളതാണ്. കാരണം നാണം കെടരുതല്ലോ. അതുകൊണ്ട് ഉടനെ രാവണൻ പറഞ്ഞു, ഭേഷ് ഭലേ ഭേഷ് വാനര, അല്ലേ, തീർച്ചയായിട്ടും നീ വലിയ വീരൻ തന്നെ, എന്നെ ഒന്ന് കുലുക്കാൻ നിനക്ക് പറ്റിയല്ലോ. രാവണേനേവ ഉക്തം തോ മാരുതിർവാക്യമബ്രതി ദിഗസ്തു മമ വീര്യം തൂയ ജീവസി രാവണ.
അന്നേരം നിനക്ക് നല്ലൊരു ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഹനുമാൻ സ്വാമി പറയുക, എനിക്ക് എൻ്റെ ശക്തിയോട് പുച്ഛമാണ്. കാരണം നീ ഇത്രയും നല്ലപോലെ ഇടിച്ചിട്ട് നീ ജീവനോട് ഇരിക്കുന്നല്ലോ. അന്നേരം ഹനുമാൻ സ്വാമി നല്ല ശക്തിയായിട്ടാണ് ഇടിച്ചത്. അന്നേരം ആ ഇടിയിൽ രാവണൻ ഒന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അന്നേരം ഹനുമാൻ സ്വാമിയെ പുകഴ്ത്തി രാവണൻ. അന്നേരം ഹനുമാൻ സ്വാമി പറഞ്ഞു, പുകഴ്ത്ത്, ഇത് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. കാരണം ഇത്രയും ശക്തിയായിട്ട് ഇടിച്ചിട്ടും നീ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നല്ലോ എന്നാണ് ഹനുമാൻ സ്വാമി തിരിച്ചു പറഞ്ഞത്. സകൃതത്തു പ്രഹാരവീരീനം ദുർബദ്ധേ കിം വിഗത്സതി തഥാത്വാ മാമകോ മുഷ്ടി നിഷതി യഥാക്ഷയം. ഇന്നത്തെ പറഞ്ഞ് കൂടുതൽ നീ വാചകം അടിക്കാതെ എൻ്റെ കൂട്ടത്തിൽ ഇനി യുദ്ധം ചെയ്യൂ എന്ന് ഹനുമാൻ സ്വാമി പറഞ്ഞു. ഇങ്ങനെ ഹനുമാൻ സ്വാമി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാവണന് വലിയ ദേഷ്യമായി. അന്നേരത്തേക്ക് രാവണൻ വീണ്ടും ദേഷ്യത്തോടു കൂടി മുഷ്ടി ചുരുട്ടി ഒറ്റ ഇടി ഹനുമാൻ സ്വാമിയുടെ നെഞ്ചത്ത്. തതോ മാരുതിവാക്യേന ക്രോധസ്തസ്യ തദാജ്വലത് സമഗ്രനയനോ യത്നാൻ മുഷ്ടി മുദ്യസ്യ ദക്ഷിണാം. ഹനുമാൻ ഭക്ഷസി വ്യുഗ്ര സഞ്ചാലഹത പുന. അതായത് ഈ ഒരു ഇടി നല്ല സ്ട്രോങ് ആയിരുന്നു. ഹനുമാൻ സ്വാമി വീണ്ടും ഒന്ന് അബോധാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോയി. ഹനുമാൻ സ്വാമി ഒരു തളർച്ചയിലേക്ക് പോയി. ഉടൻ തന്നെ രാവണൻ എന്ത് ചെയ്തു? രഥം മുന്നോട്ട് പോയി നിളനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ഏർപ്പെടാൻ തുടങ്ങി. രാക്ഷസാനാമാധിപതിർദിശഗ്രീവ. വളരെ ശക്തമായിട്ടുള്ള അസ്ത്രങ്ങൾ കൊണ്ട് രാവണൻ ആ നിളനെ ഒരുപാട് വേദനിപ്പിച്ചു. പെട്ടെന്ന് തന്നെ നിളനെ കീഴ്പ്പെടുത്തി എന്ന് തന്നെ പറയാം. സശരൗക സമായസ്തോ നീലകപീചമുപതി കരേനൈകേന ശൈലഗ്രം രക്ഷോധിപത്യ സൃജനം. അങ്ങനെ അസ്ത്രങ്ങളുടെ വലിയൊരു കൂടാരം തന്നെ നിളനെ വലിയ രീതിയിൽ പൊതിഞ്ഞപ്പോൾ ഒരു കൈകൊണ്ട് നിളൻ വലിയൊരു പർവ്വതം എടുത്ത് രാക്ഷസരാജ രാവണനെതിരെ ഒറ്റപ്രയോഗം. ഹനുമാനപി തേജസ്വി സമാശസ്തോ മഹാമന. അന്നേരത്തേക്ക് ഹനുമാൻ സ്വാമി തിരിച്ച് റിക്കവറായി ആ ഒരു ക്ഷീണത്തിൽ നിന്നും. എന്നിട്ട് ഹനുമാൻ സ്വാമി ഉടനെ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശക്തമായിട്ട് പറഞ്ഞു, ഈ നിളൻ വേറൊരാളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ തമ്മിൽ യുദ്ധമല്ലാന്ന, പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് ഓടിപ്പോകുന്നത് എന്ന് ഹനുമാൻ സ്വാമി അവിടെ ദേഷ്യം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാവണനറിയാം ഹനുമാനുമായിട്ട് കൂടുതൽ അടി കൂടുന്നത് ശരിയല്ല, തടി കേടാവും. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് കേൾക്കാത്ത മട്ടിൽ രാവണൻ മുന്നോട്ട് പോവുകയാണ്. അന്നേരം നിലൻ അയച്ച ആ ഒരു പാറ കഷ്ണങ്ങളെ, വലിയ വലിയ പർവ്വതങ്ങളെയൊക്കെ നിമിഷങ്ങൾക്കകം കുറേ അസ്ത്രങ്ങൾ കൊണ്ട് തവിട് പൊടിയാക്കി അതിനുശേഷം മുന്നോട്ട് പോവുകയാണ് രാവണൻ. അന്നേരം ഈ പാറകൾ കഷ്ണങ്ങളൊക്കെ പൊടിയാക്കിയപ്പോൾ നിളന് വളരെ ദേഷ്യമായി. പക്ഷെ നിളൻ അസ്ത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ അബോധാവസ്ഥയിലേക്ക് പോവുകയാണ്. അന്നേരം പല അശ്വകർണ മരങ്ങളൊക്കെ എടുത്തിട്ട് ഒറ്റയേറി പല രീതിയിലുള്ള മരങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മരങ്ങളെയൊക്കെ രാവണൻ നിഷ്പ്രയാസം അസ്ത്രങ്ങൾ അയച്ച് അതിനെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നിളൻ എന്ത് ചെയ്തു എന്നറിയാം? നിളൻ ചാടി രാവണൻ്റെ വില്ലിൽ കയറി അങ്ങ് പിടിച്ചു. എന്നിട്ട് മുകളിലോട്ട് പോകും, താഴോട്ട് വരും, മുകളിലോട്ട് പോകും, താഴോട്ട്. എന്നിട്ട് പിന്നെ കുറച്ചു നേരം ആ കൊടിയടയാളത്തിൻ്റെ അവിടെ കയറി അങ്ങനെ രാവണനെ ഇട്ട് വട്ടം ചുറ്റിച്ചു എന്നുള്ളതാണ്. പാവകാത്മജമാലോക്യ ധ്വജഗ്രേ സമവസ്ഥിതം. അങ്ങനെ രാവണനെ വട്ടം ചുറ്റിച്ചപ്പോൾ എന്താ പറയുന്നത്, രാവണന് വലിയ ദേഷ്യമായി നിളനോട്. എന്നിട്ട് വളരെ ശക്തിയായിട്ട് പറഞ്ഞു, എന്നാൽ ഈ കാഴ്ച കണ്ടിട്ട് ശ്രീരാമഭഗവാനും ലക്ഷ്മണ സ്വാമിക്കും വലിയ അത്ഭുതം തോന്നി. കാരണം രാവണൻ്റെ രഥത്തിൽ തന്നെ നിളയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ചിലപ്പം കൊടിയാടകത്തിൻ്റെ അവിടെ ഇരിക്കും, ചിലപ്പോൾ വില്ലിൻ്റെ അവിടെ ഇരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി രാവണൻ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ വാനരൻ എന്തുവാ ചെയ്യുന്നത്? ഇത് കണ്ടിട്ട് ഹനുമാൻ സ്വാമിയും ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണസ്വാമിയും എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുകയാണ്. ഇത് നിളനെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്ത്രം രാവണോ വിഭാതേജ കപിലാഗവ വിസ്മിത. അന്നേരം ആ ഒരു നിലൻ്റെ ആ ഒരു സ്പീഡും ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കണ്ടിട്ട് രാവണൻ തന്നെ വലിയ അത്ഭുതപ്പെട്ടു. ഉടൻ തന്നെ ഒരു ആഗ്നേയാസ്ത്രം ഉപയോഗിക്കാൻ വേണ്ടി റെഡിയായി. അന്നേരം ഇത് കണ്ടിട്ട് ബാക്കിയുള്ള വാനരന്മാർക്കും വളരെ സന്തോഷം തോന്നി. അന്നേരം ഇതെല്ലാം കണ്ടിട്ട് രാവണൻ വാനരന്മാരുടെ ഈ ഒരു സന്തോഷം കൊണ്ടുള്ള ആഘോഷ പ്രകടനവും അതെല്ലാം കണ്ടിട്ട് രാവണന് സത്യം പറഞ്ഞാൽ എന്ത് മനസ്സിലായില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. കാരണം നില എവിടെയെങ്കിലും നിന്നാലല്ലേ അങ്ങോട്ട് അടിക്കാൻ പറ്റൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ രാവണൻ ഒരു അസ്ത്രം എടുത്തു, അഗ്നിയാസ്ത്രം. എന്നിട്ട് നിലനെതിരെ തന്നെ പ്രയോഗിച്ചു. എന്നിട്ട് കറക്റ്റ് തുമ്പത്ത് തന്നെ നിൽക്കുമായിരുന്നു നിലൻ. അന്നേരം പറഞ്ഞു, നിനക്ക് ഒരുപാട് ദിവ്യശക്തികളൊക്കെ ഉണ്ട്, ഇനി നിൻ്റെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞിട്ട്, ഇനി നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് അസ്ത്രം അങ്ങോട്ട് അയച്ചു. അങ്ങനെ രാവണൻ ആ അഗ്നേയാസ്ത്രം നിലന് നേരെ അയച്ചു. നെഞ്ചത്ത് തന്നെ നിലനത് കൊണ്ടു. ശരീരം മുഴുവൻ കത്തി അഗ്നേയാസ്ത്രമായിരുന്നു. നിലൻ ബോധം കെട്ട് വീണു. പക്ഷേ നിലൻ എന്ന് പറയുന്നത് അഗ്നിയുടെ തന്നെ മകനാണ്. അതുകൊണ്ട് നിലന് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ എന്നാലും അബോധാവസ്ഥയിൽ കിടക്കേണ്ടി വന്നു. അന്നേരം നിലൻ അബോധാവസ്ഥയിലായെന്ന് കണ്ടപ്പോൾ രാവണന് കൂടുതൽ ശക്തി കൂടി, വീര്യം കൂടി. അങ്ങനെ ലക്ഷ്മണന് നേരെ യുദ്ധം ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ലക്ഷ്മണൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കൊക്കെ ലക്ഷ്മണനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് യുദ്ധം ആരംഭിക്കുകയാണ്. അങ്ങനെ ഇനി ഈ ഒരു സർഗം കുറച്ച് വലിയ സർഗമാണ്. നാളെ നമുക്ക് രാവിലെ വളരെ രസകരമായിട്ടുള്ള ലക്ഷ്മണനുമായിട്ടുള്ള യുദ്ധം നമുക്ക് കാണാം. ലക്ഷ്മണനെ ബോധം കെടുത്തുകയാണ്. ആ സമയത്ത് ലക്ഷ്മണനെ പൊക്കാൻ നോക്കും. കൈലാസവും പൊക്കിയ രാവണന് ലക്ഷ്മണസ്വാമിയെ പൊക്കാൻ പറ്റത്തില്ല. അന്നേരം ഹനുമാൻ സ്വാമി പലിശ സഹിതം കൊടുക്കാനായിട്ട് വരും. നെഞ്ചത്ത് നോക്കി ടപ്പ് എന്ന് പറഞ്ഞ് ഒരു ഇടി ഇടിക്കും എന്നുള്ളത്. ഇത്രയും കാലം കൂടെ, കാരണം 2 പ്രാവശ്യം കൊടുത്തു. ഹനുമാൻ സ്വാമി നല്ല കിടിലം ഫൈറ്റാണ്. ഇടയ്ക്ക് ഇനി മുന്നോട്ട് നമ്മൾ കാണും, വളരെ ശക്തനായിട്ടൊരു രാക്ഷസൻ വരും. അവൻ്റെ ഗതയൊക്കെ എടുത്തിട്ട് ഭയങ്കര കറക്കി വരികയാണ്. എല്ലാവരും പേടിപ്പിച്ചു, എല്ലാ വാനന്മാരും പേടിക്കും. അന്നേരത്തേക്ക് ഹനുമാൻ സ്വാമി ഇന്ന് അടിച്ചോളാൻ പറഞ്ഞു. അന്നേരം നെഞ്ചത്ത് നോക്കി ഒരു അടി അടിക്കും, ആ ഗത പൊട്ടിച്ചെതറും എന്നുള്ളതാണ്. ഹനുമാൻ സ്വാമിയുടെ നെഞ്ചത്ത് നോക്കി ഹനുമാൻ സ്വാമി ഇടിച്ചോളാൻ പറയും. നിനക്ക് എത്ര അടിക്കുന്നു വെച്ച് ഇടിച്ചോളാം. ആഞ്ഞൊരു ഇടി ഇടിക്കുമ്പോൾ ആ ഗത പൊട്ടിച്ചെതറും എന്നുള്ളതാണ്. എന്നിട്ട് ഹനുമാൻ സ്വാമി തിരിച്ച് അവൻ്റെ തലക്കിട്ട് ഒറ്റ ഇടി പൊട്ടിക്കീറും. അന്നേരം ഹനുമാൻ സ്വാമിയുടെ ഫൈറ്റൊക്കെ നല്ല സ്റ്റൈലാണ്. അന്നേരം ഇപ്പോൾ ലക്ഷ്മണനായിട്ട് യുദ്ധം ചെയ്ത് ലക്ഷ്മണൻ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഹനുമാൻ സ്വാമി ലക്ഷ്മണനെ പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടി പോകും രാവണൻ. പക്ഷെ കൈലാസം പൊക്കിയ രാവണന് ലക്ഷ്മണനെ തൊടാൻ പോലും പറ്റുന്നില്ല, പൊക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും പൊക്കുന്നില്ല. ആ സമയത്ത് ഹനുമാൻ സ്വാമി അവിടെ വരും. ഹനുമാൻ സ്വാമി വന്നിട്ട് രാവണൻ്റെ നെഞ്ചത്ത് നോക്കി ഒറ്റ ഇടി ഇടിക്കുകയാണ്. ആ ഇടിക്കുന്ന സമയത്ത് രാവണൻ്റെ നവദ്വാരങ്ങളിലൂടെയും രക്തം വരുമെന്നുള്ളത്. അന്നേരത്തേക്ക് രാവണൻ മനസ്സിലായി, ഇനി ഇവിടെ തടി കേടാവും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ഇതൊക്കെ നമുക്ക് നാളത്തെ സത്സംഗത്തിൽ ചർച്ച ചെയ്യാം. നാളെ രാവിലെ 7:45 സത്സംഗത്തിൽ. हनुमत स्वामी की जय, श्री रामचंद्र मूर्ति की जय, लक्ष्मण स्वामी की जय, सीता मैया की जय, भरत शत्रुघ्न स्वामी की जय, निताय गौर प्रेमानंद हरि हरि।